ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലഞ്ച് മെനു ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആദ്യം തന്നെ മത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ പ്രഷർ കുക്കറിലോട്ട് നമ്മൾ ചോറ് വെക്കാനുള്ള അരി എടുത്തിട്ട് ഒന്ന് കഴുകി നമുക്കത് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് മത്തി മുളകിട്ട കറിയും അതുപോലെ മത്തി ഫ്രൈയും പിന്നെ പച്ചക്കായ കൊണ്ടുള്ള ഒരു തോരനും തക്കാളി മോരുകറിയാണ്. ആദ്യമായിട്ട് മത്തി വറുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പുരട്ടി വെക്കാം. കുറച്ച് മുളക് പൊടി, മഞ്ഞൾ, അതുപോലെ മല്ലി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്കിത് വരഞ്ഞു വെച്ചിട്ടുള്ള മത്തിയിലോട്ട് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ. അടുത്തത് മീൻ കറിയാണ്. നമ്മൾ മത്തി മുളകിട്ട കറി. അപ്പോൾ മത്തി മുളകിട്ട കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയും അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സവാള നമുക്കിതാ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. അതുപോലെ തക്കാളിയും കൂടെ ഒന്ന് കട്ട് ചെയ്യാം. 2 പച്ചമുളക് കീറിയതും പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെ ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ഇട്ടു. കടുക് പൊട്ടി. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളകും സവാളയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ അപ്പോൾ തന്നെ ചതച്ചിടുകയാണെങ്കിൽ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചില്ലി പേസ്റ്റ്, മുളകിൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാശ്മീരി ചില്ലി വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ കറിക്ക് നല്ലൊരു കളറും അതുപോലെ എരിവും വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് കുടംപുളിയുടെ ജ്യൂസാണ്. അപ്പം കുടംപുളിയുടെ ജ്യൂസ് ഞാൻ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. നമ്മുടെ ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവയുടെ പൊടി ഇല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ ആദ്യം താളിക്കുന്ന സമയത്ത് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനിയിപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മീൻകറി റെഡിയാവുന്നത് വരെ. അടുത്തതായിട്ട് ഞാൻ നമ്മുടെ പച്ചക്കായ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കളറാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക്. നല്ല കുടംപുളിയുടെ ജ്യൂസൊക്കെ ഇട്ട മീൻ കറിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ മീൻ കറി തയ്യാറായി. ഇനി ഇപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്.
അടുത്തത് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് മീൻ വറുക്കാൻ വേണ്ടിയിട്ട്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി മത്തിയൊക്കെ ഓരോന്നായിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കണം. അതിൻ്റെ മേളിൽ കൂടെ കുറച്ചൊരു മണത്തിന് വേണ്ടി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് തക്കാളി മോരുകറി വെക്കാം. അപ്പോൾ ചൂടായ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ 2 വറ്റൽമുളക്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടുതലായി പോകരുത്, നമ്മൾ ആ മോരുകറി കയ്പ്പാവും. അടുത്തത് നമ്മൾ കുറച്ച് കറിവേപ്പില, ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ കട്ട് ചെയ്തതും, അതുപോലെ 2 പച്ചമുളകും കൂടെ. പച്ചമുളക് നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനിയിപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ നമ്മൾ മീനൊക്കെ വറുത്തു. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തക്കാളി മോര് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ ഒരു പിടി തേങ്ങ ചിരവി ചെയ്തിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ജീരകം, ഒരു 2 അല്ലി വെളുത്തുള്ളി, അരഞ്ഞു കിട്ടാനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മൾ തേങ്ങ അരയ്ക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നേരത്തെ അരച്ചെടുത്ത തേങ്ങയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ തേങ്ങ അധികം തിളച്ച് പോകരുത്, എന്നാൽ പിരിഞ്ഞു പോവും. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. പുളിയുള്ള തൈരാണെങ്കിൽ 1 കപ്പ് മതിയാവും. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 കപ്പോളം തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി മോരുകറിയും തയ്യാറായി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യണത് പച്ചക്കായ തോരനാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്ത പച്ചക്കായ അത് ആ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അത് വേവാൻ വേണ്ടിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് ഉപ്പും ഇട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ തോരന് വേണ്ടി ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ നമ്മുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തു. അതിലോട്ട് നമ്മൾ ഒരു 2 വറ്റൽമുളക്, നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല തോരനിൽ, അത് കാരണം 2 വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, ഇത്രയും മതി. ഇതൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കായ വെന്തതിന് ശേഷം നമ്മളിതാ ഈ അരപ്പ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കായ തോരനും റെഡിയായി. ഇപ്പോൾ ഞാൻ ചോറ് പാത്രത്തിലോട്ട് വിളമ്പുകയാണ്. ആദ്യം നമുക്ക് ചോറ് ഇട്ട് കൊടുക്കാം. നല്ല ചൂട് ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പച്ചക്കായ തോരൻ, മത്തി വറുത്തത്, പിന്നെ നാരങ്ങ അച്ചാർ,
തക്കാളി മോരുകറി, മത്തി മുളകിട്ടത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, അടിപൊളി ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ലഞ്ച് മെനു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻസുകളൊക്കെ എഴുതാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ലഞ്ച് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസുമായിട്ട് കാണും വരെ ബൈ ബൈ.